4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുത്തരും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഈ വചനം ചേർന്ന് പറയുമ്പോൾ മറ്റൊരുത്തരിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ബൈബിളിൽ പിടിച്ച് നിൽക്കുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയുന്ന പോലെ മറ്റൊരുത്തരും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്ത് ധാരാളം പേർ കടന്നു വന്നു. ദൈവങ്ങളുടെ പേരും പറഞ്ഞ് ധാരാളം പേർ കടന്നു വന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും എന്ത് ചെയ്തു? വന്ന് അനേകം പേരെ കൊന്നൊടുക്കി അവരിൽ ലോകത്ത് മരിച്ച് മണ്ണടഞ്ഞു പോയി. ഹല്ലേലൂയ. ഈ മണ്ണിന്റെ അകത്തിരിക്കുമ്പോൾ, കല്ലറക്കകത്തിരിക്കുമ്പോൾ യേശു കർത്താവ് മാത്രം ഭൂമിയിൽ കടന്നു വന്നത് ദുഷ്ടന്മാരെ കൊന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. നമ്മള് ഇപ്പൊ നോക്കുമ്പോൾ ഹൈന്ദവ മാർഗപ്രകാരം നോക്കുമ്പോൾ 10 അവതാരങ്ങളുണ്ട്. എല്ലാ അവതാരങ്ങളും ഭൂമിയിലോട്ട് കടന്നു വന്നത്, 9 അവതാരങ്ങൾ ഭൂമിയിലോട്ട് കടന്നു വന്നത് ദുഷ്ടന്മാരെ കൊല്ലുക. ഹല്ലേലൂയ. എന്നിട്ട് മനുഷ്യർക്ക് സഹായം കൊടുക്കുക. ഹല്ലേലൂയ. പക്ഷേ യേശു കർത്താവ് മാത്രമാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ വന്നത്. ഹല്ലേലൂയ. ബാക്കിയുള്ള എല്ലാവർക്കും ഭൂമിയിൽ വന്ന് കുറെ പേരെ കൊല്ലുക, കുറെ പേർക്ക് സഹായം ചെയ്യാൻ വേണ്ടി കടന്നു വന്നു. ഹല്ലേലൂയ. അവരെല്ലാം മരിച്ച് കല്ലറയോടെ തീർന്നു പോയപ്പോൾ യേശു കർത്താവ് മാത്രം ഇന്നും ജീവിക്കുന്നു. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് വിളിച്ചു പറഞ്ഞ ആ കാരണം ഒരു കാര്യമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷം എവിടെ? ചോദിച്ചുകൊണ്ട് മരണത്തെ പാതാളത്തെ കാൽ കീഴാക്കി അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ബാക്കിയുള്ള എല്ലാവരും മരിച്ച് കല്ലറയോടെ തീർന്നു പോയപ്പോഴും യേശു മാത്രം ഇന്ന് ജീവനോടെ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവൻ ആത്മാവായി നമ്മുടെ കൂടെയുണ്ട്. 24 മണിക്കൂർ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് മാത്രമേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഒരു കല്ലിന്റെ മുമ്പിൽ പോയ, ഒരു വിഗ്രഹത്തിന് മുമ്പ് പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ വിഗ്രഹം നമ്മൾ പറയാതെ കേൾക്കത്തില്ല. കേൾക്കോ? ഒരു വിഗ്രഹം വാ തുറക്കത്തില്ല, സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. അത് കേൾക്കത്തില്ല, നടക്കത്തില്ല, കണ്ണ് തുറന്ന് കാണത്തില്ല. അങ്ങനെ ഉള്ള ഒരു കല്ലിന്റെ മുമ്പിൽ പോയി നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. പക്ഷേ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത, നമ്മൾ വിളിച്ചാൽ വിളിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ ഒരു കാര്യങ്ങളും പറയാം, നമ്മുടെ യേശുവിനെ നമ്മൾ എവിടെയിരുന്ന് വിളിച്ചാൽ അവൻ അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇനി ഒരു കക്കൂസിൽ കിടന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? യേശു അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. സിംഗക്കൂട്ടിൽ കിടന്ന് വിളിച്ചാൽ അവിടെ എന്ത് ചെയ്യും? യേശു ഇറങ്ങി വരും. ദാനിയേൽ സിംഗക്കൂട്ടിനകത്ത് കിടന്ന് വിളിച്ചു, യേശു അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ശദ്രക് തീച്ചുളയ്ക്കകത്ത് കിടന്ന് വിളിച്ചു, യേശു അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു, അതിന്റെ കരയിൽ നിന്നുകൊണ്ട് വിളിച്ചു, അയ്യോ ഞങ്ങൾ പുറകിലോട്ട് നോക്കുമ്പോ ഫറവോന്റെ സൈന്യം കൊല്ലാൻ വരുന്നു, മുമ്പിൽ ചെങ്കടൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ കടലിൽ ചാവേണ്ടി വരും, ഞങ്ങളുടെ മുമ്പിൽ ഈ ആത്മഹത്യ മാത്രമേ ഉള്ളൂ, ഈ ചെങ്കടലിന്റെ നടുവ് ഞങ്ങൾ ചാവേണ്ട വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ആ ചെങ്കടലിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് അവർക്ക് അതിന് ആ സമുദ്രത്തെ 2ആയിട്ട് ഭാഗിച്ചു കൊടുത്ത് നടുവിലൂടെ വഴിയൊരുക്കി അക്കരെ കടത്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ ഇത് വള്ളത്തിൽ കടലിലൂടെ കടന്നു പോകേണ്ട വലിയ കാറ്റുണ്ടായി, കോളുണ്ടായി, വലിയ തിരമാലകളുണ്ടായി. അവരെല്ലാം ഈ വള്ളത്തെ
കാറ്റടിച്ച് മറിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ മീൻ പിടിക്കാൻ പോകുന്നത് കൊണ്ട് അവർക്ക് വള്ളത്തെ നല്ലവണ്ണം ഓട്ടിക്കാൻ അറിയാം. പക്ഷേ അവർ മരണം മുഖാമുഖം കണ്ടു. ഹല്ലേലൂയ. അവർ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലേ, നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എവരെ തകർത്ത് കളയാൻ നോക്കിയ ഇളകി മറിയുന്ന കടലിന്റെ നടുവിലൂടെ ആ വെള്ളത്തിലൂടെ യേശു നടന്ന് ജയാളിയെ അവിടെ അടുക്കൽ വന്ന് വള്ളത്തിൽ കയറി. ഹല്ലേലൂയ. എവരെ കൊല്ലാൻ നിൽക്കുന്ന കടലിന്റെ പുറത്തൂടെ നടന്നു. ഹല്ലേലൂയ. എവരെ ഇപ്പൊ മുക്കുവെന്ന് പറഞ്ഞ് നിൽക്കുന്ന കടലിന്റെ പുറത്തൂടെ യേശു നടന്നു വന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ മരണം മുഖാമുഖമായി കണ്ടപ്പോൾ ആ കടലിന്റെ പുറത്തൂടെ, വെള്ളത്തിന്റെ പുറത്തൂടെ യേശു നടന്ന് ഇപ്പൊ നടുകടലിലാണ് അവർ കിടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ യേശു എന്ത് ചെയ്തു? നടന്നു പോയി ആ വള്ളത്തിൽ അവർ കയറി. യേശു ഒറ്റവാക്കി, കടലെ അടങ്ങുക, കാറ്റെ ശാന്തമാകുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൽ ഞാൻ പറയാം, ഒറ്റ വാക്കിൽ കാറ്റും കടലും യേശു പറയും പോലെ കേട്ടു. ഹല്ലേലൂയ. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് ഏതെങ്കിലും ദൈവം കാറ്റിനെ കടലിനെ ശാന്തമാക്കി കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. എത്രയോ പേരെ യേശു സൗഖ്യമാക്കി. യേശുവിന്റെ അടുക്കൽ ധാരാളം മുടന്തന്മാർ വന്നു. യേശുവിന്റെ ഒറ്റ വാക്കിൽ മുടന്തന്മാർ നടന്നു. ഹല്ലേലൂയ. യേശു പോകുന്ന വഴിയിൽ കുരുടന്മാർ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശു വന്നു, അവിടെ കണ്ണിനെ തുറന്നു. ഹല്ലേലൂയ. 38 വർഷം ബെഥസ്ദാ കുളത്തിന്റെ കീഴിൽ ഒരു മനുഷ്യൻ തളർന്നു കിടന്നു. ഹല്ലേലൂയ. യേശു പോയി ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? അപ്പോൾ ആ മനുഷ്യന്റെ മറുപടി, ദൈവമേ, ഈ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ, കൂതിനിറങ്ങുമ്പോൾ എന്നെ എടുത്തു കൊണ്ടുപോയി ആ കുളത്തിലാക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ വിഷമം കേൾക്കാൻ ആരുമില്ല, എന്നെ എടുത്തുകൊണ്ട് കുളത്തിലാക്കാൻ ആരുമില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അങ്ങനെ ഞാൻ നീണ്ട 38 വർഷം ഈ കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. യേശു ആ മനുഷ്യന് പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? കിടക്കെടുത്ത് നടന്ന് വീട്ടിൽ പോയി. ഹല്ലേലൂയ. 38 വർഷം തന്നെ കിടത്തി ആ പായയെ എടുത്തുകൊണ്ട്, കിടക്ക എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ആ മനുഷ്യൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ ധൈര്യമായിട്ട് വിളിച്ചു പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല. വേറെ ഒരു ദൈവങ്ങളും ഇങ്ങനെ ചെയ്തതായിട്ട് ആർക്കും ഒരു ഉറപ്പില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും മരിച്ചവരെ ഉയർപ്പിച്ച് നിങ്ങൾക്ക് അറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ? വേറെ ഒരു ദൈവങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചത് ഒരിടത്തും പറയുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, യേശുവിന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം യേശു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പല സ്ഥലങ്ങളിലും മരിച്ചവർ ഉയർക്കുന്നു, തളർന്നു കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നു, മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, ഊമർ സൗഖ്യമാകുന്നു. ഇന്ന് പകൽക്കൽ ഞാൻ നിങ്ങളോട് പറയാം, ആ യേശുവിന് മാത്രമേ നമ്മളെ വിടിവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ യേശുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ പറയുന്നത് പോലെ മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ചില ദൈവങ്ങളുണ്ട്, അവരെ നമ്മൾ എന്ത് ചെയ്യണം? തോളിലെടുത്തോട് നടക്കണം. അല്ലെ, ഞാൻ ഇന്നലെ മെലിഞ്ഞാന്ന് ഇങ്ങനെ പൊടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ റോഡ് ഭയങ്കര കൊട്ടും പാട്ടും ഊത്തുമായിട്ട് നടക്കുകയാണ്. കാരണം എന്താണ്? അവിടെ ദൈവത്തെ തോളിൽ എടുത്തോട് നടക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, എന്റെ ദൈവം തോളിലാണ് ഇരിക്കുന്നത്, ഈ ദൈവത്തിന് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് നടക്കുന്നത്. ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല, എന്റെ തോളിലിരിക്കുന്ന ദൈവം നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എടുത്തോണ്ട് നടക്കുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. ഈ എടുത്തോണ്ട് നടക്കുന്ന മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും. അവന് ജീവനുണ്ട്. പക്ഷെ ജീവനുള്ള ഈ മനുഷ്യന് പോലും ബോധമില്ല, എന്റെ തോളിലിരിക്കുന്നത് വെറും ഒരു കല്ലാണ്, വെറും ഒരു ബിംബമാണ്, വെറും ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിന് നടക്കാൻ പറ്റത്തില്ല. അത് നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല, എന്റെ കണ്ണുനീര് കാണാൻ പറ്റത്തില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പറ്റത്തില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാം, നമ്മുടെ യേശുവിന്റെ പ്രത്യേകത, നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും അവൻ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. ചില ദൈവങ്ങൾ അത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു മുറിക്കാതിരിക്കും, നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോയി കാണണം, അങ്ങോട്ട് പോയി കാണണം. ഹല്ലേലൂയ. അവര് നമ്മളെ തേടി നമ്മുടെ വീട്ടിൽ വരൂ. ഹല്ലേലൂയ. അവര് അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് എണീക്കൂ, കണ്ണുകൾ തുറക്കൂ. ഇല്ല, ഒന്നുമില്ല. അവർ രാവിലെ വൈകുന്നേരം റൂം തുറക്കുമ്പോ മാത്രമേ നമുക്ക് പോയി
കാണാൻ പറ്റും, എപ്പോഴും കാണാനും പറ്റത്തില്ല അല്ലേ. അവിടെ നട തുറക്കുന്ന സമയമുണ്ട്, റൂം തുറക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ പോയി കാണാൻ പറ്റത്തുള്ളൂ, എല്ലാ സമയം പോയി കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ യേശുവിന്റെ പ്രത്യേകത, യേശുവിനെ തേടി അങ്ങോട്ട് പോകണ്ട, യേശു നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോട് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മളെ തേടി നമ്മളെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മറ്റു ദൈവങ്ങളെ തേടി നമ്മള് അങ്ങോട്ട് പോകണം, അവന്റെ വാതിൽ പോയി നമ്മൾ അങ്ങോട്ട് മുട്ടണം. ഹല്ലേലൂയ. പക്ഷെ ഈ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മളെ തേടി നമ്മളെ അടുക്കൽ വന്ന് നമ്മുടെ വാതിൽ മുട്ടുന്നവൻ. ഹല്ലേലൂയ. ഈ വേറെ പ്രത്യേകത, നമ്മളെ ദൈവത്തെ എടുത്തോണ്ട് നടക്കണ്ട, അവൻ നമ്മളെ എടുത്തോണ്ട് നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ പറയാമോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ നമ്മൾ എടുത്തോണ്ട് നടക്കണ്ട, അവൻ നമ്മളെ എടുത്തോണ്ട് നടക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. ഈ ദൈവത്തെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നമ്മളെ എടുത്തോണ്ട് നടക്കുന്നവനാണ്. ഹല്ലേലൂയ. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുന്നത് പോലെ ഓരോ ദിവസവും നമ്മുടെ ദൈവം നമ്മളെ എടുത്തോണ്ട് നടക്കുന്നു. അതാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ സ്കൂളിൽ വിട്ടാൽ നമ്മൾ ബാക്കിൽ നടക്കൂ? ഇല്ല, ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. പിന്നെ ആരും കൂടെ നടക്കും? യേശു കൂടെ നടക്കും. ഹല്ലേലൂയ. ഇതാ ഞാൻ വീട്ടിൽ ഇറങ്ങി പോകുന്നു, എന്റെ അമ്മയ്ക്കോ പപ്പയ്ക്കോ കൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആരും കൂടെ നടക്കും? എന്റെ യേശു കൂടെ നടക്കും. 24 മണിക്കൂറും അവൻ നമ്മോട് കൂടെ നടക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, പെറ്റമ്മ നിന്നെ മറന്നാലും, ഒന്ന് പറയാമോ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആരൊക്കെ നമ്മളെ മറന്നാലും, ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ആരൊക്കെ നമ്മളെ വെറുത്താലും, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം പറയുന്ന പോലെ മറ്റൊരുത്തനും നാം രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ എന്നേ തകർന്നു പോകേണ്ടവരായിരുന്നു. ഹല്ലേലൂയ. എന്നേ മുടിഞ്ഞു പോകേണ്ടവരായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കിട്ടി നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഈ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കഴിഞ്ഞ നാളുകൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഈ നാളുകളിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം കൂടി വായിക്കാമോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം എടുത്ത് വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം എടുത്ത ഒരാൾക്ക് വായിക്കാമോ? അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതവിടെ പറയുന്നത് കേട്ടോ, ഈ ലോകത്തിലെ സകല ജനങ്ങളെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. ഹല്ലേലൂയ. യേശു ജനിക്കുന്നതിന് മുമ്പേ ദൂതൻ ജോസഫിനോട് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നിനക്കൊരു മകനെ ലഭിക്കും. ഈ മറിയെ ജോസഫ് ഉപേക്ഷിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് അവനോട് പറയുന്ന കാര്യമാണ്, നിനക്ക് കിട്ടുന്ന മകൻ അവൻ ദൈവത്തിന്റെ മകനാണ്, സാധാരണപ്പെട്ട മകനല്ല, ദൈവത്തിന്റെ മകനാണ്. അതുകൊണ്ട് അവന്റെ പേര് ഇങ്ങനെ ഇടണം, യേശു എന്ന് പേരിടണം. ആ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഹല്ലേലൂയ. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഇവിടെ ജോസഫിനോട് ദൂതൻ പറയുകയാണ്, അവൻ തന്റെ സകല ജനത്തിന്റെ പാപത്തിന് രക്ഷിപ്പാനിരിക്കൊണ്ട്, എന്തിന് രക്ഷിപ്പാനിരിക്കൊണ്ട്? സകല ലോകത്തിലെ ജനങ്ങളുടെ പാപത്തിന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവരെ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ഡോക്ടർമാരെ കൊണ്ട് ചിലപ്പോ രോഗികളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റും, പാപത്തെ സൗഖ്യക്കാരായിട്ട് പറ്റുമോ? ഈ ലോകത്തിലെ ഒരു ദൈവങ്ങളെ കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും ഒരു സന്യാസിയെ കൊണ്ട് പാപത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ലോകത്തിൽ പല ദൈവങ്ങളെന്ന് പറഞ്ഞു വന്നവരും ആരും വിളിച്ചു പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാമെന്ന് ആരും എന്ത് ചെയ്തില്ല, വിളിച്ചു പറയാം. യേശു കർത്താവ് മാത്രമാണ് പറയുന്നത്. ഇതാ യേശു ജനിക്കുന്നതിന് മുമ്പേ ദൂതന്മാർ വിളിച്ചു പറയാണ്, അവൻ തന്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ആ യേശുവാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവം നമുക്ക് വേണ്ടി വന്നത്. നമുക്ക് ഒരു വചനങ്ങൾ വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 വായിക്കാമോ? 2:3 മുതൽ വായിക്കാമോ? അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3 മുതൽ എടുത്ത് ഒരാൾക്ക് വേഗം വായിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 2:3. ഹല്ലേലൂയ. വേഗം വായിക്കും. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 3 മുതൽ വചനങ്ങൾ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ മതി. ഹല്ലേലൂയ. നമ്മുടെ യേശു ദൈവമായിരുന്നവനാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടി ഇറങ്ങി വന്നത്? ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. നമ്മളെല്ലാം പാപം ചെയ്ത് നരകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ നരകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. വേറെ ഒരാൾക്ക് ഒരു ദൈവം ഇങ്ങനെ പറഞ്ഞില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും പാപത്തിൽ നിന്ന് രക്ഷിക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് മാത്രമാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാം, നരകത്തിൽ നിന്ന് രക്ഷിക്കാന്ന് വിളിച്ചു പറഞ്ഞത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ദൈവമായിരുന്നവൻ തന്നെ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ സകല രോഗങ്ങളിൽ നിന്ന്, സകല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്കളുടെ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ല വേറൊരു നാമമില്ല. അപ്പൊ ഒരേ ഒരു നാമേ ഉള്ളൂ. ഈ ലോകത്ത് എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമുള്ളൂ, യേശു മാത്രം. ബൈബിളിൽ വ്യക്തമായി പറയുന്നത് മറ്റൊരുത്തർ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. അപ്പൊ വേറൊരു നാമമില്ല. വേറൊരു നാമം ഉണ്ടെങ്കിൽ അതെല്ലാം കള്ളമാണ്, വ്യാജമാണ്. ആരെങ്കിലും ദൈവം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. സൂര്യ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ചന്ദ്രൻ എത്രയേ ഉള്ളൂ? ഭൂമി എത്രയേ ഉള്ളൂ? ഹല്ലേലൂയ. ഇതെല്ലാം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെല്ലാം ഉണ്ടാക്കിയ ദൈവവും ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോ വേറെ പേരിൽ ഞാൻ ദൈവം എന്ന് പറഞ്ഞു വന്നതെല്ലാം എല്ലാം കള്ളത്തരമാണ്, വ്യാജമാണ്. ഹല്ലേലൂയ. 33 മുക്കോടി എന്ന് പറയുന്നത് വ്യാജമാണ്. മനസ്സിലാക്കണം. ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. 33 മുക്കോടിയൊന്നും ഇല്ല. ദൈവം എന്ന് പറയുന്നത് ഒരേ ഒരാളേ ഉള്ളൂ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ യേശു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം,
ഈ യേശു അല്ലാതെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. തന്റെ ഇടത്തോടെ വിളിച്ചു പറയണം, തന്റെ ഇടത്തോടെ വിളിച്ചു പറയണം, തന്റെ ഇടത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യര് നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ഈ പത്രോസിനോട് യാക്കോബ് യോഹന്നാനോടൊക്കെ അവിടുത്തെ ബിഷപ്പുമാരും പള്ളിയിലെ അച്ഛന്മാരൊക്കെ വിളിച്ചു പറയാണ്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത്, യേശുവിന്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത്, അവന്റെ പേരുകൾ പറയരുത്. അപ്പോൾ പത്രോസ് യോഹന്നാൻ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾ പറയണമെങ്കിൽ യേശുവിന്റെ നാമം മാത്രമേ പറയൂ. കാരണം നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവനാണ് ഞങ്ങളിലൂടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യരായ നിങ്ങളെ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമായ യേശുക്കകത്ത് പറയുന്നത് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോൾ എവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അപ്പോസ്തലർ വായിക്കണം. ഹല്ലേലൂയ. എവരെ പിടിച്ച് എന്ത് ചെയ്തു? ജയിലിൽ കൊണ്ടിട്ടു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൂതൻ ഇറങ്ങി ഇവരെ ജയിലിൽ പുറത്തു തുറന്നിട്ടു. ഹല്ലേലൂയ. ഇതിനെ തകർക്കാനോ മുടിക്കാനോ ആരെക്കൊണ്ട് പറ്റത്തില്ല. ഇതിനെ തകർക്കാനോ മുടിക്കാനോ ആരെക്കൊണ്ട് പറ്റത്തില്ല. കാരണം ഇത് മാത്രമാണ് സത്യം. ഹല്ലേലൂയ. നമുക്കറിയാം, വോൾട്ടയർ, കമ്മ്യൂണിസ്റ്റ് ചിന്തകരെ വോൾട്ടയർ, ഹല്ലേലൂയ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബൈബിളിനെ, ഈ യേശുവിനെ ലോകത്തിൽ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ബൈബിളിനെല്ലാം കൂടെ വാരിയിട്ട് എന്ത് ചെയ്തു? തന്റെ വീട്ടുമുറ്റത്തിട്ട് ചുട്ടുകരിച്ചു. ഹല്ലേലൂയ. അപ്പോഴന്ന് കിട്ടിയ അദ്ദേഹത്തിന് കൈ കിട്ടിയ എല്ലാ ബൈബിളും വീടുകളിൽ പോയി ആൾക്കാരെ പിടിച്ചു വാങ്ങി എല്ലാ ബൈബിളിന്റെ എന്ത് കൊണ്ടുവന്ന് തന്റെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടിട്ട് കൂട്ടിയിട്ട് മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ച് ചുട്ടുകരിച്ചു. ഹല്ലേലൂയ. പിന്നത്തെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗബാധിതനായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിനെ എന്ത് ചെയ്തു? ബൈബിൾ സൊസൈറ്റി, ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. വിലയ്ക്ക് വാങ്ങിയിട്ട് ഏത് വീട്ടിന്റെ മുമ്പിലിട്ടാണോ ബൈബിളിന് ചുട്ടുകരിച്ചത്, ആ വീടിന്റെ ദൈവം ബൈബിൾ അച്ചടിച്ച് വിൽക്കുന്ന പ്രസ്സാക്കി മാറ്റി. ഹല്ലേലൂയ. ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സാക്കി മാറ്റി. ആര് ഈ ബൈബിളിനെ ചുട്ടുകരിക്കാൻ നോക്കിയോ അവന്റെ വീട്ടിന്റെ അകത്തു നിന്ന് തന്നെ ബൈബിൾ ഇറങ്ങുന്ന പുറത്ത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം. വോൾട്ടയർ വിചാരിച്ചു ഈ ബൈബിളിനെ എല്ലാം ചുട്ടുകരിച്ചാൽ അതോടൊക്കെ തീരും, യേശുവും തീരും, എല്ലാം തീരും, ക്രിസ്ത്യാനി എല്ലാം തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിച്ചവന്റെ വീടിനെ തന്നെ ദൈവം വിലയ്ക്ക് വാങ്ങി അതിനെ അച്ചടിശാലെ പ്രസ്സാക്കി മാറ്റി അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ബൈബിൾ അച്ചടിക്കുന്ന ഒരു ഗ്രന്ഥശാലയ്ക്ക് മാറ്റി ബൈബിൾ പുറത്തിറക്കുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ അദ്ദേഹം 1000 ബൈബിള് ചുട്ടുകരിച്ചെങ്കിൽ കോടിക്കണക്കിന് ബൈബിള് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി. ഹല്ലേലൂയ. ഇത് പകൽക്ക് ലോകത്തെ എടുത്തു നോക്ക്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന പുസ്തകം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഇന്നും ഡെയിലി അച്ചടിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഹല്ലേലൂയ. ഇത് ലോകത്ത് 232 ലോകരാജ്യങ്ങളുണ്ട്. എവിടെ എടുത്തു നോക്കിയാലും ഈ ബൈബിളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ പറയുന്ന ദൈവങ്ങളെ ഇന്ത്യയിലും അപ്പുറം ഇപ്പുറമുള്ള തൊട്ട് രാജ്യങ്ങളുള്ളൂ. അതിന്റെ 3ാമത് ലോകരാജ്യത്തിൽ പോയാ ഈ ദൈവയുടെ പേര് പോലും അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഈ ഇന്ത്യയിൽ ആരാധിക്കുന്ന ദൈവങ്ങൾ അമേരിക്കയിൽ പോയാൽ അവർക്ക് അറിയത്തില്ല. ജപ്പാനിൽ പോയാൽ ഈ ദൈവത്തിന്റെ പേര് കേട്ടിട്ട് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെ ഈ യേശുവിനെ കുറിച്ച് നോക്ക്, യേശു സകല ലോക രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഏത് രാജ്യത്തിൽ പോയാലും യേശു ഉണ്ട്, ഏത് ലോകരാജ്യത്തിൽ പോയാലും യേശു ഉണ്ട്. എല്ലാവർക്കും അറിയാം അവൻ സർവ്വവ്യാപിയാണ്. ഇപ്പോൾ ഇവിടെ ആരാധന നടക്കുമ്പോഴും അമേരിക്കയിൽ ആരാധന നടക്കുകയാണ്. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്, ജപ്പാനിൽ നടക്കുകയാണ്, ഇസ്രായേലിൽ നടക്കുകയാണ്. ഇന്ന് പകൽക്കൽ ഞാൻ നിങ്ങളോട് പറയാം, പക്ഷേ വേറെ ഒരു ദൈവത്തെ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇന്ന് പകൽക്കൽ ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് വിളിച്ചു പറയാം, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട
വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഈ യേശുവിനെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഈ യേശുവിനെ ചുമക്കാൻ പറ്റിയത് നമ്മുടെ വലിയ ഭാഗ്യം. ഈ ബൈബിളിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യം. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിനോട് ചേർന്ന് നടക്ക്, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ഒരു വചനം കൂടെ വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 30 വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 30 വചനം വായിക്കാമോ? വേഗത്തിൽ വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇതാ ഈ പൗലോസിനെ ശീലാസിനെയും ജയിലിൽ കൊണ്ടിട്ടിരിക്കണം. നാളെ നേരം എടുക്കാൻ കൊല്ലാൻ വേണ്ടി ഒരു വെളിച്ചപ്പാടത്തിൽ ശാസിച്ചു, അവളെ ഭൂതം വിട്ടുപോയി. അതാണ് പ്രശ്നം. പക്ഷെ ഇവരെ നേരം എടുക്കുമ്പോ കൊല്ലാൻ വേണ്ടി അടിയൊക്കെ കൊടുത്ത് ജയിലിന്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരൊക്കെ കയ്യിലേക്ക് ചങ്ങനോട് ബന്ധിച്ചു, കാലിന്റെ ചങ്ങനോട് ബന്ധിച്ചു, കാൽ ആപത്തിന് കൂട്ടിയിരിക്കുന്ന അവസ്ഥയിലും അവർ രാത്രി എന്ത് ചെയ്യാൻ തുടങ്ങി? വാ തുറന്ന് പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വാ തുറന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പാടി സ്തുതിക്കാൻ. ജയിലൊന്നും നോക്കിയില്ല. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് യേശു ഉള്ളിലുള്ളവർക്ക് ജയിലാണെങ്കിലും വിഷയമില്ല. ജയിലാണെങ്കിലും വിഷയമില്ല. അവർ എവിടെ കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? അവിടെ കിടന്ന് പാട് സ്തുതിക്കും. തീച്ചൂടെ ആണെങ്കിലും കുഴപ്പമില്ല. തീക്കാത്തത് എന്ത് ചെയ്യും? പാടും. സിംഗക്കൂടാണെങ്കിൽ അവിടെ കിടന്ന് പാടും. ഹല്ലേലൂയ. ചെങ്കടലാണ്, അതിന്റെ നടുവിൽ കിടന്ന് പാടും. ഹല്ലേലൂയ. ഈ അഭിഷിക്തന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? പാടി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ പാട്ട് അപ്പുറത്ത് കിടന്ന ജയിൽപ്പുള്ളികളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടായി. ഈ പൗലോസിന്റെ ശീലാസിന്റെയും കയ്യിലും കാലിലും കിടന്ന സകല ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ജയിലിന്റെ വാതിലെല്ലാം താനെ തുറന്നു. ഈ മറ്റുള്ള എവരുടെ ചങ്ങല അഴിഞ്ഞു വീണപ്പോ തന്നെ ആ ജയിലിൽ കിടന്ന സകലവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. പൗലോസ് ശീലാസ് ജയിലിൽ കിടന്ന് പാട്ട് പാടിയപ്പോൾ അവരെ ചങ്ങല മാത്രമല്ല അഴിഞ്ഞു വീണത്, ആ ജയിലിൽ കിടന്ന സകലവരുടെ ചങ്ങല അഴിഞ്ഞു വീണു. നമ്മളിവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ഹാളിന്റെ അകത്ത് മാത്രമല്ല, ഈ നെയ്യാറ്റിന്റെ പട്ടണം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സകല അന്ധകാര മണ്ഡലങ്ങൾ ഉടയപ്പെടുകയാണ്. സകല വ്യാജ ദൈവങ്ങൾ കത്തുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പറയുമ്പോൾ തന്നെ വ്യാജ ആരാധനകൾ, വ്യാജ പിശാചിന്റെ കോട്ടകളെല്ലാം തകരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, അതിന്റെ അകത്ത് പൗലോസ് ശീലാസ് വായികത്തോട് പാടിയപ്പോൾ ദൈവശക്തി ചലിച്ചു, സകല ചങ്ങലകൾ അഴിഞ്ഞു വീണു. ആ ചങ്ങലകൾ പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങലകൾ മാത്രമല്ല അഴിഞ്ഞു വീണത്, ജയിലിൽ കിടന്ന സകലയുടെ ചങ്ങലയും അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഈ ജയിൽ പുള്ളികളെല്ലാം ഇറങ്ങി ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. പൗലോസ് ശീലാസെല്ലാം പുറത്തിറങ്ങി ദൈവ കാരാഗ്രഹത്തെ മുഴുവനും തകർത്ത് കളഞ്ഞു. കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്തു? ആ ജയിലിന്റെ ദൈവം തകർത്ത് കളഞ്ഞു. അതിന്റെ കാരാഗ്രഹ പ്രമാണം JDGP നോക്കുമ്പോൾ എല്ലാവരും ഓടിക്കളഞ്ഞു. രാജാവ് നാളെ നേരം വെളുക്കുമ്പോൾ ഇദ്ദേഹത്തിന് തല വച്ചിക്കത്തില്ല. കാരണം പൗലോസിന്റെ ശീലാസിനെയും രാവിലെ നേരം തല വെട്ടേണ്ടതാണ്. ഹല്ലേലൂയ. കൂടാതെ ഇതേപോലെ വധശിക്ഷിക്കുന്ന ഒരുപാട് ജയിൽ പുള്ളി കിടന്നു. എല്ലാവരും ഇറങ്ങി ഓടിക്കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യും? നാളെ ഇദ്ദേഹം ഈ ജയിൽ DGPയുടെ ജയിൽ വാർഡന്റെ തല പോകുന്നത് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു? തന്നെ വാളൂരി വെട്ടി കൊല്ലാൻ വേണ്ടി പോയാണ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് വിളിച്ചു, അയ്യോ നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. കുറച്ചു നേരത്തെ തങ്ങളെ അടിച്ചു ഉരുട്ടി ജയിലിൽ കൊണ്ടിട്ട ആ DGPയോട് പൗലോസ് ശീലാസ് പറയാണ്, അയ്യോ ഞങ്ങളോട് നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഹല്ലേലൂയ. ഇങ്ങനെ പറയാൻ യേശു ഉള്ളിലുള്ളവരെ കൊണ്ട് മാത്രമേ പറ്റൂ. തങ്ങളെ അടിച്ചു മുറിവേൽപ്പിച്ച് നാളെ നേരം വെളുക്കാൻ കൊല്ലാൻ വേണ്ടി ഇരിക്കൽ പറയണം, നിനക്കൊരു ദോഷം നീ ചെയ്യരുത്. ഹല്ലേലൂയ. കാരണം എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിന്റെ മക്കളായതുകൊണ്ട് അവരെ ഉള്ളിൽ നിന്ന് അതും എന്ത് ചെയ്യും? പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. എന്ത് മക്കളെ ഞാൻ നിങ്ങളോട് പറയാം, ഈ പൗലോസ് ശീലാസം ആ JDGPയെ വിളിച്ചത്, അയ്യോ നിനക്കൊരു ദോഷവും നീ ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ JDGP അദ്ദേഹമാണ് വലിയ സാറ്. അയ്യോ സാറേ, അയ്യോ യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചത് കാൽക്കളൊന്ന് വിഴ. ഹല്ലേലൂയ. നേരത്തെ ഇവരെ അസഭ്യം പറഞ്ഞ മനുഷ്യർ, നാളെ നേരം എടുക്കുമ്പോ കൊല്ലേണ്ട മനുഷ്യർ, ഇപ്പൊ സാറേ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ ഇവരെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ശീലാസും പറഞ്ഞ ഒറ്റ മറുപടി, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. നീ ആത്മഹത്യ ചെയ്യണ്ട, നീ
നീ മരിക്കണ്ട. ഈ യേശു വിശ്വസിക്കാൻ നീ തയ്യാറായോ? നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആത്മഹത്യയുടെ വക്കീലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം യേശുവിൽ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായോ? നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, എന്ത് രോഗമായിക്കൊള്ളട്ടെ, കടഭാരമാണോ, പ്രശ്നമാണോ, എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട. ഇന്ന് പകൽക്കാലം കർത്താവ് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം പറയുന്നത് മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്കുക മാത്രമേ ചെയ്താൽ മതി. ഹല്ലേലൂയ. ഈ JDGP ഈ യേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവനും അവന്റെ കുടുംബവും രക്ഷപ്പെട്ടു. അന്ന് രാത്രി തന്നെ സ്നാനപ്പെട്ട് ഈ യേശുവിനോട് ചേർന്ന്. ഹല്ലേലൂയ. എന്നിട്ട് നേരം വെളുക്കുമ്പോ തലയെ വെട്ടി എടുക്കാൻ നിന്നവൻ ഈ പൗലോസിനെ ശീലാസിനെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ മുറിവുകളൊക്കെ കെട്ടി. ഹല്ലേലൂയ. എന്നിട്ട് നല്ല ആഹാരമൊക്കെ വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. അന്ന് രാത്രി അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആ വീടടങ്കം ഭയങ്കരമായ സന്തോഷം കൊണ്ടാടി. ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിന്ന മനുഷ്യൻ ഈ പൗലോസും ശീലാസും യേശുവിനെ കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ വീട്ടിനകത്ത് സന്തോഷം വന്നത്. ഹല്ലേലൂയ. അവരുടെ ഭാര്യ മക്കൾ കുടുംബമായിട്ട് അവർ സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. ആ വീട്ടിലെ സന്തോഷം വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് മക്കളെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൂടാ? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും, നിങ്ങളുടെ ബന്ധുക്കളെ ചാർജ് അയൽവാസികൾ മുഴുവൻ രക്ഷപ്പെടും. ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായ മതി. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം ഒന്നുകൂടെ പറയുമ്പോൾ മറ്റൊരുത്തരും രക്ഷയില്ല. ഒന്ന് വിളിച്ചു പറ, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറൊരു നാമമില്ല. മനസ്സിലായോ? ഈ ഭൂമിയുടെ നടുവിൽ ഹല്ലേലൂയ മറ്റൊരുത്തരും രക്ഷയില്ല. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തെ കൊണ്ടല്ലാതെ നമ്മൾ രക്ഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ വേറെ എവിടെ പോയാലും രക്ഷയില്ല. നിങ്ങളെ രക്ഷ വേണോ? യേശുവിന്റെ കാൽക്കൽ മുട്ടുമടക്കി. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണോ? യേശുവിന് മുട്ടുമടക്ക്. എന്നാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൽ ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഇപ്പോൾ സ്വർഗ്ഗമേരിയുടെ ഇറങ്ങി വന്നതിനെ നന്ദി. ഇപ്പോൾ ഭയങ്കര മഹത്തോടെ വ്യാപരിക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗത്തോടെ ഇറങ്ങി വന്നതെന്ന് യേശുവിന്റെ നാമത്തിൽ അപ്പോൾ ഞാൻ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. ദൈവമഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, നീ വൻകാര്യങ്ങൾ ചെയ്യണം. യേശുവേ, നീ വൻകാര്യങ്ങൾ ചെയ്യണം. യേശുവേ, നീ വൻകാര്യങ്ങൾ ചെയ്യണം. ഭയങ്കര മഹത്വം വെളിപ്പെടുന്നു. ഭയങ്കര മഹത്വം വെളിപ്പെടുന്നു. ഭയങ്കര മഹത്വം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭയങ്കരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഭയങ്കരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഭയങ്കരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. വൻകാര്യങ്ങൾ ചെയ്യും. ദൈവം ഭയങ്കര മഹത്തോടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. കർത്താവേ, ഇവിടെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമൻ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ബ്ലസ് ചെയ്യുന്നു. അവരുടെ മക്കളെല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇവരെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ രക്ഷ വെളിപ്പെട്ടതിനാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മൻകാര്യങ്ങൾ ചെയ്യണം. ചെയ്യാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കണം. കർത്താവെ, ദീപം തുടരണം. കർത്താവെ, ദീപം തുടരണം. കർത്താവെ, ദീപം തുടരണം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. ചെയ്യാൻ പറയട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടപ്പ. കർത്താവ് നാമത്തെ ബ്ലസ് ചെയ്യുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. വൻകാര്യങ്ങൾ ചെയ്യും. ചെയ്യാൻ പറയട്ടെ. എല്ലാവരും ദൈവശക്തി വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് രക്ഷ വെളിപ്പെടട്ടെ. രക്ഷ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടെ ഇരിക്കണം. അത്ഭുതങ്ങൾ ചെയ്യും. ചെയ്യാൻ പറയണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.